മലയാള സിനിമയിലെ മിക്ക നായകന്മാരും മുണ്ടുടുത്ത് വന്നിട്ടുണ്ടെങ്കിലും അതിനെ മലയാളി ജീവിതത്തിന്റെ മിക്ക സാഹചര്യങ്ങളുമായി ഇണക്കിക്കൊണ്ട് ഉപയോഗിക്കുന്നതിൽ ആദ്യമായി വിജയിച്ചത് പ്രേം നസീറാണ്. ഏത് വേഷവും ചേരുന്ന ആകർഷകമായ മുഖഘടനയുള്ള പ്രേം നസീറിനെ സംബന്ധിച്ചിടത്തോളം മുണ്ട് എന്നത് മറ്റു വേഷങ്ങളെ പോലെ തന്നെ പ്രേം നസീറിനെ തൻ്റെ കഥാപാത്രത്തിന് എളുപ്പത്തിൽ അനുയോജ്യമാക്കിയിരുന്നു. എന്നാൽ മുണ്ടിനെ തൻ്റെ കഥാപാത്രത്തിൻ്റെ സ്വഭാവവിശേഷങ്ങൾക്കും മാനസിക വ്യാപാരത്തിനും അനുയോജ്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിൽ വിജയിച്ചത് മോഹൻലാൽ മാത്രമാണ്. മോഹൻലാലിനെ ആദ്യമായി ഒരു അയൽപക്കത്തെ പയ്യൻ ഇമേജിലേക്ക് നയിക്കുന്നതിൽ മുണ്ട് ഒരു പ്രധാന ഘടകം തന്നെയായിരുന്നു. നാടോടിക്കാറ്റ്, ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ്, TP ബാലഗോപാലൻ MA, മിഥുനം, എയ് ഓട്ടോ, കിരീടം, വിസ, ആട്ടക്കലാശം, ഉണരൂ, തൂവാനത്തുമ്പികൾ, ഉത്സവ പിറ്റേന്ന് തുടങ്ങി അസംഖ്യം സിനിമകളിലൂടെ അദ്ദേഹം ആദ്യകാലത്ത് ഉണ്ടാക്കിയെടുത്ത അയൽപക്കത്തെ പയ്യൻ ഇമേജിനെ പ്രേക്ഷകരുടെ മനസ്സിൽ മായാതെ നിൽക്കുന്നത് മുണ്ടുടുത്ത മോഹൻലാലിന്റെ രൂപത്തിലാണ്. താൻ അഭിനയിക്കുന്ന കഥാപാത്രത്തിന്റെ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നതിന് ഒരു പ്രോപ്പർട്ടി എന്ന നിലയിൽ തന്നെ അദ്ദേഹം മുണ്ടിനെ ഉപയോഗിച്ചിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ കൈകാലുകളെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമായി ഉടുത്തിരിക്കുന്ന മുണ്ടും മാറുന്നത് പല സിനിമകളിൽ നമുക്ക് അനുഭവപ്പെട്ടതുമാണ്. നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന മോഹൻലാൽ കഥാപാത്രങ്ങളുടെ തമാശകളും വേദനകളും നിസ്സഹായതകളും ചമ്മലും വിതുമ്പലും ഒറ്റപ്പെടലും ദീർഘനിശ്വാസങ്ങളും പൊട്ടിച്ചിരികളും പൊട്ടിക്കരയിലുമെല്ലാം നാം ഓർക്കുമ്പോൾ അവിടെയെല്ലാം തന്നെ അലസമായി മുണ്ടുടുത്ത, അത് മടക്കിക്കുത്തിയും അഴിച്ചിട്ടും നിൽക്കുന്ന, അതിൻ്റെ തുമ്പ് പിടിച്ചും നടക്കുകയും ഇരിക്കുകയും കിടക്കുകയും ഒക്കെ ചെയ്യുന്ന മോഹൻലാൽ രൂപങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് അപ്പോഴും കടന്നു വരിക. തൻ്റെ പെങ്ങൾക്ക് വിവാഹത്തിന് കൊടുക്കാൻ ഒന്നുമില്ലാതെ വിങ്ങിപ്പൊട്ടുന്ന സഹോദരന്റെ നിസ്സഹായതയെ പറ്റി പറയുമ്പോൾ അമ്മയുടെ മടിയിലേക്ക് കിടന്ന് അമ്മയുടെ സ്നേഹവാത്സല്യങ്ങളോട് കൂടിയുള്ള തലമുടിയിലൂടെയുള്ള തലോടലെല്ലാം ആസ്വദിച്ച് കിടക്കുന്ന കിരീടത്തിലെ സേതുമാധവനെ പറ്റി നമ്മൾ ഓർക്കുമ്പോൾ നാടോടിക്കാറ്റിലെ മണ്ണെണ്ണ വാങ്ങാൻ പോകുന്ന രംഗത്തിലെ മോഹൻലാലിന്റെ ചമ്മിയ ചിരി നമ്മൾ കാണുമ്പോൾ അവിടെയെല്ലാം മോഹൻലാലിന്റെ മുണ്ടുടുത്ത കഥാപാത്രങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് എത്തുക. അങ്ങനെ ഏതൊരു ശരാശരി മലയാളിയും സ്വന്തം ജീവിതത്തെ മോഹൻലാലുമായി ചേർത്ത് വെക്കുമ്പോൾ അവന്റെ മുണ്ടുടുത്ത ഗൃഹാതുരത്വത്തെ കണക്ട് ചെയ്യാൻ മോഹൻലാലിനെ പോലെ മറ്റൊരു അഭിനേതാവിനും കഴിഞ്ഞില്ല. ഇങ്ങനെ വളരെ റൂട്ടഡ് ആയ, ഗ്രൗണ്ട് ടു എർത്ത് ആയ റിയലിസ്റ്റിക് കഥാപാത്രങ്ങളെ വിജയിപ്പിക്കുന്നതിൽ മോഹൻലാലിന് മുണ്ട് വളരെയധികം പ്രയോജനപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മലയാളിയെ സംബന്ധിച്ചിടത്തോളം മുണ്ട് എന്നത് എപ്പോഴും താഴ്ത്തിയിടാൻ മാത്രമുള്ളതല്ല. അത് വേണമെങ്കിൽ മടക്കിക്കുത്താനും കയറ്റിക്കുത്താനും അഴിച്ചെറിയാനും കൂടിയുള്ള അവന്റെ മസ്കുലിനിറ്റിയെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വസ്ത്രം കൂടിയാണ്. അങ്ങനെ മലയാളിയുടെ പൗരുഷ സങ്കല്പങ്ങളെ കൂടെ ചേർത്ത് വെച്ച